ഹായ് ഓൾ, ഇന്ന് എൻ്റെ ഒരു ഫാമിലി ഡേ ഔട്ടാണ്. ഫാമിലി ഡേ ഔട്ട് എന്ന് വെച്ചുമ്പോൾ ഞാനും എൻ്റെ അമ്മച്ചും എല്ലാവരും മാത്രമല്ല നമ്മുടെ കുടുംബം മുഴുവനുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു റിസോർട്ടിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ആ റിസോർട്ടിലേക്ക് പോകുന്ന വഴി ഇതുപോലെ ഭംഗിയുള്ളൊരു ബീച്ചുണ്ട്. ആ റിസോർട്ടിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സൈഡിൽ ബീച്ചും അതിൻ്റെ മുന്നിലൊരു തുരുത്ത്, അതിനിപ്പുറമായിട്ട് കായലുമാണ്. അതൊക്കെ വഴിയെ കാണിച്ചു തരാം. ഇപ്പം തൽക്കാലം ബീച്ചിൽ ഞാൻ നടത്തിയ കോലാഹലങ്ങൾ കണ്ടോളൂ. ബീച്ചിലിരുന്നപ്പോഴത്തേക്ക് മുട്ടം പണി കിട്ടി, നല്ല മഴ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്ക് വന്നു. ഇത് റിസോർട്ടിൻ്റെ പാർക്കിംഗ് സ്ലോട്ടാണ്. പാർക്കിംഗ് ഭയങ്കര എന്താ പറയുക, എസ്തറ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മജസ്റ്റിക് റിട്രീറ്റ് എന്നാണ് ആ ഒരു റിസോർട്ടിൻ്റെ പേര്. പരവൂരാണ് ഇതുള്ളത്, കൊല്ലം പരവൂർ എന്ന് പറയും. ചെന്നപ്പം തന്നെ നല്ല ചൂടുള്ള ഉഴുന്നുവടയും ചായയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഉഴുന്നുവടയാണ് കേട്ടോ. അവിടുത്തെ ഫുഡ് പൊതുവെ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായിട്ടുണ്ട്. നമ്മളതെല്ലാം കഴിച്ചിട്ട് വീണ്ടും കയാക്കിങ്ങിനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. നല്ല കാറ്റും ചെറിയ മഴയും ഒക്കെ ആയിട്ട് കയാക്കിന് പോകാൻ പറ്റിയ ടൈമെന്ന് മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ കായലില്ലേ, ഈ കായലിൻ്റെ തുരുത്തിനെ പറ്റിയാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഈ മുന്നേ കാണുന്ന തുരുത്തിനപ്പുറത്ത് കടലാണ് കേട്ടോ. പക്ഷേ ഈ കായലിൽ നമ്മൾ ഒറ്റയാൾ പൊക്കത്തിലുള്ള വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒത്തിരി മഴക്കാലത്തല്ലാത്ത സമയത്തൊക്കെ ഇവിടുന്ന് നടന്ന് ആ തുരുത്തിലേക്ക് പോകാൻ പറ്റും. വെള്ളം കാണും, ബട്ട് നമുക്ക് നടന്ന് തുരുത്തിലേക്ക് പോകാൻ പറ്റും. ഭയങ്കര രസമുള്ള സംഭവമാണ്. പക്ഷേ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇനിയൊരു ഉണക്ക് കാലത്ത് വരണം, കാരണം എനിക്ക് വെള്ളം കുറച്ച് പേടിയാണ്. അപ്പോൾ എനിക്ക് ഈ വെള്ളത്തിൽ കൂടെ നടന്ന അപ്പുറത്തൂടെ ഇപ്പം പോകാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ അവിടെ ഇങ്ങനെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെ നടന്നു. ബാക്കിയുള്ളവർ കയാക്കിങ്ങിനുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. ഈ സ്ഥലത്ത് വന്നിട്ടില്ലാത്തവർ എന്തായാലും വരണം കേട്ടോ. ബാക്കി എല്ലാവരും കയാക്കിങ്ങിനായിട്ട് റെഡി ആവുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് സ്വയം ആനന്ദഭരിതയാകുന്നു. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കിടക്കുന്ന വള്ളമില്ലേ, വള്ളത്തിൽ കയറ്റി എല്ലാവരെയും കൊണ്ടുപോകാനുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വള്ളം തുഴയുന്ന ആളിന്ന് വന്നിട്ടില്ല. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥയെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ കയാക്കിങ്ങിലേക്ക് തന്നെ എല്ലാവരും ശ്രദ്ധയൂന്നി. നീന്തറിയോ ഇവന്മാർക്ക് നീന്തറിയോ? ഒരു കയറിട്ട് കൊടുക്കാം.
ക്യാം കണ്ട് പിന്നെ നാച്ചുറൽ ആക്ടിങ് വരാത്ത കുറച്ച് ചേച്ചിമാരായതുകൊണ്ട് ഞാൻ ക്യാം ഒളിപ്പിച്ച് വെച്ച് ഷൂട്ട് ചെയ്ത രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുണ്ട്. അവിടെ ഒരു ബദാം മരം ഉണ്ടായിരുന്നു. നിറയെ ബദാം ഇങ്ങനെ താഴെ വീണ് കിടപ്പും. അപ്പോൾ എനിക്ക് പണ്ട് സ്കൂളിലൊക്കെ പോയി ഇതെടുത്ത് കല്ലുകൊണ്ടൊക്കെ ഇടിച്ച് പൊട്ടിച്ചെന്ന നോസ്റ്റൊക്കെ വന്നു. അങ്ങനെ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് എഴുതി. അപ്പോഴേക്ക് ഏകദേശം സമയം 8:30 ഞാൻ എൻ്റെ വീട്ടിൽ പട്ടി വളർത്താൻ സമ്മതിക്കാത്തതുകൊണ്ട് കയ്യിൽ വാച്ചിലൊരു പട്ടി വളർത്തുന്നുണ്ട്. അവനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പക്ഷേ 8:30 ആയിട്ടും സേഫ് സോൺ ആയതുകൊണ്ട് അവർ കയക്കിങ്ങനെ സമ്മതിച്ചു. അതാണ് കാണുന്നത്. രാത്രിയിൽ ഭയങ്കര വ്യൂ ആണ് ഇവിടെ. ഇങ്ങനെ ഒരു എന്താ പറയുക, ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഫുഡായിട്ട് നിറയെ ഉണ്ടായിരുന്നു. ബിരിയാണി, അപ്പം, ദോശ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തും അവർ തരും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്ത അപ്പവും മീൻകറിയാണ്. നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി മീൻകറിയായിരുന്നു. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ ചിക്കൻ ഫ്രൈക്ക് കുറച്ച് എരിവ് കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവേ രാത്രി ഐസ്ക്രീം കഴിക്കാറില്ല, പക്ഷേ എരിവ് സഹിക്കാൻ വയ്യഞ്ഞിട്ട് ഞാൻ ഒരു കരയാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഐസ്ക്രീം കഴിച്ചു പോയത്. പക്ഷേ എല്ലാം കൂടെ നല്ല വൈബുള്ളൊരു ദിവസമായിരുന്നു. ആകെ ഒരു വിഷമം തോന്നിയത് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ലൈബ്രറി ഒരു ചെറിയ ഷെൽഫിൽ കുറേ ബുക്സ് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ പകുതിയും ഞാൻ വായിക്കണമെന്നിങ്ങനെ ഓർത്ത് വെച്ചിരിക്കുന്ന ബുക്സ് ആയിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് പോവാറായപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് വായിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇനിയിപ്പോൾ വാങ്ങിച്ച് തന്നെ വായിക്കാം. ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റുന്ന അവസരം നഷ്ടപ്പെടുത്തില്ലോ എന്നുള്ളൊരു വിഷമം എനിക്കില്ലാണ്ടില്ല. ബട്ട് ആ ഒരു വിഷമം ഒഴിച്ചാൽ ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ, ഗുഡ് നൈറ്റ്.